ഹലോ അസ്സലാമലൈക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമില്ല. ആദ്യമായിട്ട് കണ്ണടക്കം സബ്സ്ക്രൈബ് പോർക്കും ചിക്കനും പാടെ കൂടിയിട്ട് നമുക്കൊരു മസാല കൂട്ട് ഉണ്ടാക്കാം. അതിന് ഇതാ വലിയ ഉള്ളി, ഇതാ തക്കാളി, ഇതാ പച്ചമുളക്, ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയ ഉള്ളി ഉണ്ട്. അതാ എല്ലാതും ഗ്രീനാക്കി അങ്ങനെ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമുക്കൊന്ന് ചതച്ചെടുക്കാട്ടെ. ഇതാ രാമിക്കുട്ടിൻ്റെ അതിൽ കുറച്ച് വെച്ചിട്ടിട്ടത് ചായച്ചെടുക്കാണ്. എന്നിട്ട് എന്തൊക്കെ നല്ലപോലെ ചതത്തിനൊന്നുമില്ലല്ലോ, നേരിയ ചതവ് മതിയിട്ടില്ല. ഇതാക്കിയതാ പച്ചമുളക് ഇത് അങ്ങനെ പച്ചമുളക് നല്ലപോലെ ചതച്ചിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പണികൾ നമുക്ക് ആവശ്യം. അതിന് ശേഷം വലിയ ഉള്ളി തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നിർത്തി വെച്ചിരുന്നു. ഞാൻ അതിലേക്ക് നമ്മൾ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നു. ഇതെന്തൊക്കെ വിശേഷങ്ങൾ? അങ്ങനെ എല്ലാവരും ഇട്ടതാ. ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഒരു ഭാഗത്ത്, തക്കാളി ഒരു ഭാഗത്ത്, വലിയ ഉള്ളി ഒരു ഭാഗത്ത്. ഇന്നലെ പോർക്ക് ആദ്യം വേവിച്ചതാണ്. ഇന്നലെ പിന്നെ നമ്മൾ ഈ ചിക്കന് വേവാൻ പണിയില്ലല്ലോ, അപ്പോൾ ആദ്യം വേവിച്ചിട്ടാണ് പുറത്ത് വെച്ചിട്ട് അതുപോലെ ചിക്കൻ. പിന്നെ ചട്ടിയിൽ കുത്തിച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്, പച്ചമുളകും. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമില്ല. ആദ്യത്തെ കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ ഇന്ന് മൂത്ത ശേഷം നമുക്ക് എന്താ പറയുക, വലിയ ഉള്ളി ഇടുക. വലിയ ഉള്ളി ഇട്ട് ഇതെന്തൊക്കെ നിങ്ങളെ വീട്ടിൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖമല്ല. എന്ത് സുഖമല്ലേ? സുഖമുള്ളവർക്കുന്ന സുഖം, അല്ലെങ്കിൽ സമാധാനം ഉള്ളവർക്ക് സമാധാനം. ഇങ്ങനത്തെ എൻ്റെ ജീവിതം. അതിലേക്ക് 2-3 മണി ഉലുവ ഇട്ട് കിട്ടാം. ഉലുവ ഇടാൻ ആദ്യം ഇടണമെന്ന് എഴുതിയതാണ്, അപ്പോൾ ആദ്യം ഇടാൻ പറഞ്ഞു. അപ്പം എന്തെങ്കിലും ആദ്യം കേട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നതിൻ്റെ മുന്നേ ആദ്യം ഒന്ന് ചെറിയ 2-3 മണി ഉലുവ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. എന്നിട്ട് ഒന്നും പാടെ ഇളക്കി കൊടുക്കുക. പിന്നെ എന്തൊക്കെ നിങ്ങളെ പാട് എന്തൊക്കെ? പിന്നെ വീഡിയോസ് ഫുള്ളായി കാണാൻ സ്കിപ്പ് കാണാൻ മറക്കരുത് കേട്ടോ. അതിന് ശേഷം തക്കാളി ഒന്ന് വാടിയ ശേഷം നമുക്ക് തക്കാളിയൊക്കെ ഇടാന്. അങ്ങനെ തക്കാളി ഒന്ന് വാടിയ ശേഷം വാടിയിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലകൾ ഇടണേ. എന്തൊക്കെ നിങ്ങളെ വീട്ടിൽ നാട്ടു വിശേഷങ്ങൾ? എല്ലാവരും എന്തെങ്കിലും മുണ്ടും പറഞ്ഞു വായോ, നമുക്ക് എല്ലാവർക്കും പറയും. ഇന്നൊന്ന് വെച്ച് വർത്താനം പറഞ്ഞ് നമുക്ക് ഇരുന്ന് പോവാം അല്ലേ. അപ്പം നിങ്ങളൊക്കെ കരുതുന്നത് അഞ്ഞൂറ് വർത്താനം പറയാൻ വേണ്ടി വരാണ്. അതിന് ശേഷം മസാലയിൽ ഇടുന്നു. ആദ്യം മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണിൽ ഇട്ട് 1/4 ടീസ്പൂൺ അങ്ങനെ മല്ലിപ്പൊടി ഇട്ട് കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാല. അങ്ങനെ അതും എല്ലാം പാടെ കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. എല്ലാ മസാലയോടും എല്ലാം പാടെ ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടിച്ച് കൊടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, നല്ല അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം. അതിന് ശേഷം അപ്പോഴാണ് ഓർമ്മ ഉപ്പിട്ടിട്ടില്ല. നമ്മൾ ആദ്യം ഇടണ്ടേ ഉപ്പില്ലേ, അതിന് ഓർമ്മ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഇടുന്നത് അവസാനം ഉപ്പിട്ട്. പിന്നെ അതിലേക്ക് മല്ലിച്ചപ്പ് കറിവേപ്പില അതും പാടെ ഇട്ടിരിക്കുന്നു. മല്ലിച്ചപ്പല്ല നിങ്ങളോട് ആ ഇലല്ലോ, അതിനിപ്പോൾ എന്ത് ഇല എന്ന് അതിന് പറയാൻ എനിക്കറിയില്ല കേട്ടോ. ആ ഇലേന്
അങ്ങനെ അതിട്ടു. ഇതാ അതിനകത്ത് ഇതാ തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തുള്ളി വെള്ളം എന്നാൽ തുള്ളി വെള്ളം. ഇതാ അതിലേക്ക് ഇതാ നമ്മൾ ചിക്കറ്റ് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതാ കൂർക്ക എന്തെന്നറിയും, ആദ്യം വേവിച്ച് വെച്ചാണ് എന്നറിയാം. നമ്മൾ എനിക്ക് ചിക്കന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് വേകൂലേ, കൂർക്ക കുറേ സമയമാവൂലേ. അപ്പോൾ എന്താ കാട്ടുമെന്നറിയാം, അപ്പോൾ ചിക്കന് വേവ് കയറൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം കൂർക്ക വേവിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ എന്താ അങ്ങനെ വേവിച്ച് ചോദിച്ചത്, ഇതാണ് കഥ. അല്ലെങ്കിൽ എന്താ പറയുക, ചിക്കൻ വേവും ചെയ്യും, കൂർക്ക വേവില്ല. അങ്ങനെ നമ്പി നിറച്ചൊക്കെ വെള്ളം ഞാൻ തന്നെ ഉണ്ടാവില്ലേ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെള്ളം അതിലേ ഉണ്ടാവും. അതിന് ശേഷം ഇതാ ഞാൻ രാവിലെ ചാടിക്കാൻ നിൽക്കുന്നു. തലേ ദിവസം നമ്മൾ ഉരുളൻകിഴങ്ങില്ലേ, ചിലവരോട് പറയും മധുരക്കിഴങ്ങ് പറഞ്ഞ്, ഞങ്ങളുടെ നാട്ടിൽ ഉരുളൻകിഴങ്ങ് പറയും. നിങ്ങളൊക്കെ നാട്ടിൽ എന്തൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് വീഡിയോസിലൊന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, കമൻറ്റിൽ ചെയ്തുകൊണ്ടു. രാവിലെ അത് ദിവസം രാത്രി ഉണ്ടാക്കിയതാണ് കേട്ടോ, 4 മണിക്ക് ചായക്കടി. അപ്പം ഉണ്ടായപ്പോൾ ഞാനത് കഴിച്ച്. അതിന് ശേഷം ഒക്കെ വെന്ത് റെഡിയായി വന്നിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാവരെയും നോക്കുക, എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. മറക്കാതെ കാണും വീഡിയോസ്, സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയും മക്കളെ, എന്നാലേ ഉള്ളൂ എനിക്കൊരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പം കരുതുന്നുണ്ട് വണക്ക് എന്ത് ഉഷാറ്, അനക്ക് ഉഷാറില്ലെങ്കിൽ ഇപ്പം എന്ത് ഞങ്ങൾക്ക്. അങ്ങനെയൊന്നും മനസ്സിൽ കരുതരുത്. അസൂയൊക്കെ മനസ്സിൽ നിന്നൊക്കെ ഒഴിവാക്കി എൻ്റെ വീഡിയോസ് ഫുള്ളായി കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിന് ശേഷം ഞാനത് വെന്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ രസം ഉണ്ടായിരുന്നു, കുഴപ്പം എന്താണെന്നില്ല അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റിൽ എഴുതുക. എന്നിട്ട് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക. രസമില്ലെങ്കിൽ രസമില്ല എന്ന് പറയാം, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. അങ്ങനെ അത് റെഡിയായി. ഇനി കൂട്ടിയ ചോറ് കഴിച്ചാണ്ടല്ലോ, എത്ര ചോറ് കഴിച്ചാലും മതിയാവില്ല. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.